JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രസ്മാൻ ഡെഫേദാർ തുടങ്ങി 20 കാറ്റഗറിയിലേക്കുള്ള പരീക്ഷ 20-ാം തീയതി നടന്നു. അതിനെക്കുറിച്ച് പരീക്ഷ വിശകലനത്തെ സംബന്ധിച്ച് ഒരു ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയൊക്കെ പരിശോധിച്ച അവസരത്തിൽ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഒരു നിഗമനത്തിലാണ് തൊഴിൽ വേദിയും തൊഴിൽ വാർത്തയും എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തസ്തികകളാണ് ഈ നടന്ന സെപ്റ്റംബർ 20-ാം തീയതി നടന്ന പരീക്ഷയുടെ ഈ കാറ്റഗറിയിൽപ്പെട്ട പരീക്ഷകളെല്ലാം തന്നെ. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നതിനെക്കുറിച്ച് ഒരു ആശങ്കയിലും എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും ഒക്കെ വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചും അവരുടെ വിശദമായ വിലയിരുത്തലിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിച്ചു നോക്കാം. ഡെഫേദാർ, പ്രസ്മാൻ, സ്വീപ്പർ ആയ LGS തുടങ്ങിയ തസ്തികകളിലെ നിയമനങ്ങൾക്കായി സെപ്റ്റംബർ 20-ാം തീയതി നടത്തിയ പരീക്ഷ ലളിതമായി എന്നുള്ളതാണ് തൊഴിൽ വീതിയിൽ നിന്നും പറയുന്നത്. PSC പരീക്ഷകളിൽ പരമ്പരാഗതമായി ചോദിച്ചു വരുന്നവയായിരുന്നു ചോദ്യങ്ങളെല്ലാം തന്നെ. ഇതിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും പൊതുവിജ്ഞാന, ആനുകാലിക വിഷയങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ നിന്നെല്ലാം ശരാശരിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് പോലും ബുദ്ധിമുട്ട് കൂടാതെ പരീക്ഷ എഴുതാവുന്ന ചോദ്യങ്ങളായിരുന്നു. അനായാസം ആൻസറുകൾ പെട്ടെന്ന് കണ്ടെത്താവുന്ന രീതിയിലായിരുന്നു പരീക്ഷ എന്നുള്ളതാണ് തൊഴിൽ രീതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഗണിത വിഭാഗങ്ങളിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ അല്പം പരീക്ഷണ രീതിയിലുള്ളതായിരുന്നു. കട്ട് ഓഫ് മാർക്ക് ഉയരുമെന്ന ഉറപ്പുള്ള പരീക്ഷയിൽ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ മുൻനിര റാങ്കുകാരെ നിർണ്ണയിക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് തൊഴിൽ വീതിയിൽ പറയുന്നത്. അപ്പോൾ ഇതിലെ വേറിട്ട ചോദ്യങ്ങളും ഈ പരീക്ഷയിൽ ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എന്ന ചോദ്യവും, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത് തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ വേറിട്ട ചോദ്യങ്ങളായിരുന്നു എന്ന് പൊതുവെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും പറയുന്നത്. തൊഴിൽ വീതിയിൽ കട്ട് ഓഫ് മാർക്ക്, പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 72 മുതൽ 82 വരെ ആകാമെന്ന് തൊഴിൽ വീതിയിൽ പറയുമ്പോൾ അത് തൊഴിൽ വാർത്തയിൽ പറയുന്ന പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് 68-നും 78-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാമെന്നുള്ളതാണ് തൊഴിൽ വാർത്തയിൽ പറയുന്നത്. ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തസ്തികകളാണ് ഡെഫേദാർ, പ്രസ്മാൻ തുടങ്ങിയ 20 കാറ്റഗറിയിലേക്ക് നടന്ന പരീക്ഷകൾ. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറയുന്നത് എങ്കിൽ പോലും ഇവർ ഏകദേശം പറയുന്ന 72-നും 82-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരുമെന്നാണ് തൊഴിൽ വീതി പറയുന്നതെങ്കിൽ 68-നും 78-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള ഒരു നിഗമനത്തിലാണ് തൊഴിൽ വാർത്ത എത്തിച്ചേരുന്നത്. അപ്പോൾ ഏകദേശം ഇവരുടെ നിഗമനത്തിൽ നിന്നും ഒരു പരിധിവരെ കട്ട് ഓഫ് മാർക്ക് 70-ന് മുകളിൽ എത്തുമെന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലത്തെ ഈ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്കെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര പേരുടെ ലിസ്റ്റാണ് PSC ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ PSC വിപുലീകരിച്ച ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കട്ട് ഓഫ് മാർക്കിലൊക്കെ വ്യത്യാസം ഉണ്ടാകാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ലിസ്റ്റ് ചുരുക്കുകയാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് ഇനിയും കൂടാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു മനസ്സിലാക്കൽ, വിലയിരുത്തൽ ഈ തൊഴിൽ വാർത്തയിൽ നിന്നും തൊഴിൽ വീതിയിൽ നിന്ന് വന്ന കട്ട് ഓഫ് മാർക്കിൽ നിന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.